എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കണ്ട ധാരാളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന ചോദ്യങ്ങൾ: DLED ഡിസ്റ്റൻസായി ചെയ്യാൻ സാധിക്കുമോ? അതുപോലെ തന്നെ DLED മലയാളത്തിലാണോ വിഷയങ്ങളെല്ലാം ഉള്ളത്? +2-ൽ കണക്ക് പഠിച്ചിട്ടില്ല, DLEDൽ കണക്കുണ്ടല്ലോ, അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ഇംഗ്ലീഷ് പാസ്സാവാൻ ബുദ്ധിമുട്ടായിരിക്കുമോ? ഒന്നാം സെമസ്റ്ററിൽ തന്നെ ട്രെയിനിങ് ഉണ്ടാകുമോ? ക്യാമ്പിൽ പങ്കെടുക്കുന്നത് നിർബന്ധമാണോ? സ്റ്റഡി ടൂർ ഉണ്ടായിരിക്കുമോ? ഏതെല്ലാം വിഷയങ്ങളാണ് DLEDന് പഠിക്കാനുള്ളത്? അറ്റൻഡൻസ് നിർബന്ധമാണോ? 2 വർഷത്തിൽ തന്നെ DLED കോഴ്സ് കംപ്ലീറ്റ് ആകുമോ? മാർച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ DLED കോഴ്സ് കംപ്ലീറ്റ് ആകുമോ? കുറേ വർക്ക് ചെയ്യാനുണ്ടോ? ജയിക്കാൻ ബുദ്ധിമുട്ടാണോ? പഠിക്കുമ്പോൾ തന്നെ കേട്ടിട്ട് എഴുതാൻ സാധിക്കുമോ? നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങളുമായിട്ടാണ്. ഒന്നാമത്തെ ചോദ്യം: DLED ഡിസ്റ്റൻസായി പഠിക്കാൻ സാധിക്കുമോ? DLED എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ടീച്ചർ ആവാനുള്ള ഒരു പ്രാക്ടിക്കൽ കോഴ്സാണ് DLED എന്ന് പറയുന്നത്. DLED പഠിക്കുന്നതിലൂടെ നമുക്ക് ടീച്ചിങ് സ്കില്ലെല്ലാം വളർത്തേണ്ടതുണ്ട്. ഈ സ്കില്ലുകളെല്ലാം ഡിസ്റ്റൻസ് പഠനത്തിലൂടെ നമുക്ക് സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ DLED ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ ചോദ്യം: മലയാളത്തിലാണോ വിഷയങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്? അതെ, ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയെല്ലാം മലയാളത്തിൽ തന്നെയാണ് നമുക്ക് പഠിപ്പിക്കുന്നതും പരീക്ഷ എഴുതേണ്ടതും. ഇംഗ്ലീഷ് എന്ന വിഷയത്തിൽ പാസ്സാവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച അതേ ഇംഗ്ലീഷ് തന്നെയാണ് നമുക്ക് DLEDനും പഠിക്കാനുള്ളത്. ബുദ്ധിമുട്ടൊന്നുമല്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ കൊണ്ട് എന്തായാലും പാസ്സാവാൻ കഴിയുന്ന രീതിയിലാണ് DLEDൻ്റെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം: ഒന്നാം സെമസ്റ്ററിൽ തന്നെ ട്രെയിനിങ് ഉണ്ടാകുമോ എന്നാണ്. ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ടീച്ചിങ് പ്രാക്ടീസ് ആണ്. നമുക്ക് ഫസ്റ്റ് സെമ്മ്, സെക്കൻഡ് സെമ്മ്, തേർഡ് സെമ്മ്, ഫോർത്ത് സെമ്മ് അങ്ങനെ 4 സെമ്മുകളാണ് DLEDനുള്ളത്. 2 വർഷത്തെ കോഴ്സാണ് DLED. ഇതിൽ ഒന്നാം സെമസ്റ്ററിലും 2ാം സെമസ്റ്ററിലും 5 ദിവസം വീതം നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് സ്കൂളിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നാം സെമസ്റ്ററിലെ 5 ദിവസം LPയിലും 2ാം സെമസ്റ്ററിലെ 5 ദിവസം UPയിലും നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. സ്കൂളിൽ പോയിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും ഉണ്ടായിരിക്കും. എന്നാൽ 3ാം സെമസ്റ്ററിലും 4ാം സെമസ്റ്ററിലുമാണ് ശരിയായിട്ടുള്ള ട്രെയിനിങ് തുടങ്ങുന്നത്. അവിടെ 45 ദിവസം LPയിലും 45 ദിവസം UPയിലും നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടായിരിക്കും. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റഡി ടൂറിനെ കുറിച്ചും അതുപോലെ തന്നെ ക്യാമ്പിനെ കുറിച്ചുമാണ്. DLEDന് 15 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പാണ് ഉള്ളത്. അതായത് കോളേജിൽ നിന്ന് തന്നെ നമ്മൾ നിൽക്കണം, വീട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചു പോരാൻ കഴിയില്ല. അതിനെയാണ് നമ്മൾ റെസിഡൻഷ്യൽ ക്യാമ്പ് എന്ന് പറയുന്നത്. 15 ദിവസമുണ്ട്. ഈ ക്യാമ്പ് നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റഡി ടൂർ ഉണ്ട്. 5 ദിവസത്തെ സ്റ്റഡി ടൂറൊക്കെ DLEDൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാറുണ്ട്. ഏതൊക്കെ വിഷയങ്ങളാണ് നമുക്ക് DLEDന് പഠിക്കാനുള്ളത് എന്നാണ് അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, സോഷ്യൽ, സയൻസ്, സൈക്കോളജി അതായത് മനഃശാസ്ത്രം, അതുപോലെ തന്നെ ഫിലോസഫി തത്വശാസ്ത്രം, പിന്നെ കല, കായികം, ICT കമ്പ്യൂട്ടറാണ്, അത് പ്രാക്ടിക്കൽ കോഴ്സാണ്. അങ്ങനെ 10 വിഷയങ്ങൾ നമുക്ക് DLEDന് പഠിക്കേണ്ടതുണ്ട്. അടുത്തതായി പറയാൻ പോകുന്നത് അറ്റൻഡൻസിൻ്റെ കാര്യമാണ്. 85% മുകളിലായിട്ട് നമുക്ക് അറ്റൻഡൻസ് നിർബന്ധമാണ്. അടുത്ത സംശയം: നമുക്ക് 2 വർഷത്തിനുള്ളിൽ തന്നെ DLED കോഴ്സ് കംപ്ലീറ്റ് ആവുമോ എന്നാണ്. മാർച്ച് ഏപ്രിൽ എന്നീ മാസങ്ങളിൽ തന്നെ DLED കോഴ്സ് കംപ്ലീറ്റ് ആകുക എന്ന് പറയുന്നത് ഇപ്പോൾ സാധ്യമാവുന്നതല്ല. കൊറോണയ്ക്ക് ശേഷം കോഴ്സ് കുറച്ച് വൈകിയാണ് തീരാറുള്ളത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളൊക്കെ ആയിട്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ആവാറുള്ളത്. അടുത്ത ചോദ്യം: DLED ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള കോഴ്സാണോ? അല്ല, അത്രയൊന്നും ബുദ്ധിമുട്ടുള്ളൊരു സിലബസ് ഒന്നുമല്ല DLEDനുള്ളത്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് എന്തായാലും ജയിക്കാൻ പറ്റിയൊരു സിലബസാണ് DLEDൻ്റേത്. ബുദ്ധിമുട്ടൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിലബസ് സിമ്പിൾ തന്നെയാണ്. അടുത്ത ചോദ്യം: കേട്ടിട്ട് നമുക്ക് DLED പഠിക്കുമ്പോൾ തന്നെ എഴുതാൻ പറ്റുമോ? DLEDൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ നമുക്ക് കേട്ടിട്ട് എഴുതാൻ പറ്റില്ല. സെക്കൻഡ് ഇയറിൽ നമ്മളായതിനു ശേഷം വരുന്ന കേട്ടിട്ട് എക്സാം നമുക്ക് അപ്ലൈ ചെയ്യാനോ അതുപോലെ തന്നെ പാസ്സാവുകയാണെങ്കിൽ അതിന് വാലിഡിറ്റി ഒക്കെ ഉണ്ടാവും. ഫസ്റ്റ് ഇയറിൽ വരുന്ന കേട്ടിട്ട് നമുക്ക് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് DLEDനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.